എടി മരമണ്ടി, ഈ പാചകവും വീട്ടുജോലിയൊക്കെ മനസ്സിലാക്കി എടുക്കാനേ മാസങ്ങളൊന്നും വേണ്ട ആർക്കും. നന്നായി മനസ്സ് വെച്ച ഒറ്റ ദിവസം മതി. കാരണം അത് നമ്മൾ പെണ്ണുങ്ങളുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞിരിക്കുന്ന അറിവുകളാ. ഒന്നു മാത്രം, അടുക്കള ചെന്ന് അതൊക്കെ ചെയ്താ നമ്മൾ പഠിക്കുന്നത്. സത്യം പറഞ്ഞ് നിന്നെ വീട്ടുജോലികളൊക്കെ പഠിപ്പിച്ചെടുക്കാൻ ഈ ശാലിനിയേക്കാൾ മിടുക്കുള്ളവരായി ആരുമില്ല ഇന്ന് ഈ വീട്ടിൽ. കുടുംബശ്രീയുടെ കൈപുണ്യം അറിയാലോ. 1-2 ദിവസം കൊണ്ട് തന്നെ നിന്നെ എല്ലാം പഠിപ്പിച്ചെടുക്കും ഈ ശാലിനി, എനിക്കത് ഉറപ്പാ. പക്ഷെ സുസ്മിതയെ അത്ര എളുപ്പം പഠിപ്പിച്ചെടുക്കാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സത്യാമ്മ. അതെന്താ തോന്നാത്തെ? അത് ഒരിക്കലും ഞാൻ പറയുന്നതിന് വില തരില്ല സുസ്മിത. ഗുരുക്കന്മാരോട് ഭക്തിയും ആദരവും ഉണ്ടെങ്കിലേ ഏത് വിദ്യയും സ്വായത്തമാക്കാൻ പറ്റൂ. അവസരം മുതലാക്കുകയാണല്ലേടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ശാലിനി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. ഇവൾ ഉഴപ്പു, നല്ല ഭംഗിയായിട്ട് ഉഴപ്പു. ശാലിനി, നിന്റെ സമയം വെറുതെ മെനക്കെടുത്താന്നേ ഉള്ളൂ. ഏയ്, അങ്ങനെ ഉഴപ്പാനൊന്നും പോകുന്നില്ല. ഇവള് സഹകരിക്കും. അത് നീ പറയുന്നത് എന്തും കേൾക്കും ഇവള്. ഞാൻ പറയുന്ന വാക്കാത്. എനിക്ക് വിശ്വസിക്കാവോ സത്യാമ്മേ? ഉറപ്പായി. ഇതേ സത്യഭാമയുടെ വാക്കാ. അല്ല ഭാമാൻഡി, നീ ഒന്നും പറയണമെന്നില്ല. ഈ നിമിഷം മുതൽ വീട്ടുകാര്യങ്ങൾ പഠിപ്പിക്കാൻ ശാലിനി നിന്റെ ഗുരുവായിരിക്കും. അനുസരണക്കേട് കാട്ടാൻ നീ ശ്രമിക്കാതിരുന്നാ മതി. കാണിച്ച അന്ന് തീരും നിന്റെ ഈ വീട്ടിലെ സഹവാസം. നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കൂന്നർത്ഥം. എന്തു പറയുന്നു നീ? ഞാൻ അനുസരിച്ചോളാം. ശാലിനി പറയുന്നത് പോലെ എല്ലാം ചെയ്യാം. ഭാമാൻഡി കൊടുക്കുന്ന വാക്കല്ലേ? കറക്റ്റ്. ഇവൾ അനുസരിച്ചില്ലെങ്കിൽ ആ നിമിഷം നീ എന്നെ അറിയിച്ചാ മതി. അപ്പൊ ഞാൻ തീരുമാനിക്കും ഇവൾ ഇവിടെ വേണോ വേണ്ടയോന്ന്. എന്നെ കൊണ്ടുപോയി പഠിപ്പിച്ചു കൊടുക്കെല്ലാം തന്നെ. ആന്റി, ഇപ്പോഴോ? അതെ, ഈ നിമിഷം തന്നെ തുടങ്ങാം. നല്ല കാര്യങ്ങളെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ലെന്നാ. വാടി, സൊസൈറ്റിന്ന് പ്രസിഡന്റ് ആണല്ലോ. ദേ, ഇവൾ അനുസരിച്ചില്ലെങ്കിൽ വേണ്ട ശിക്ഷയും കൊടുക്കാൻ നിനക്ക്. നീ ഗുരുനാഥയാ, മറക്കരുതത്. അതൊക്കെ ഞാൻ ഏറ്റു സത്യാമ്മേ. ഹലോ പ്രസിഡന്റേ. പറഞ്ഞു. വാടി ഇങ്ങോട്ട്. വിട്, ഇങ്ങോട്ട് വാ. വിട് ശാലിനി. അതെ, നിന്നെല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. വിട് ശാലിനി, വിട്. ഇങ്ങോട്ട് വാടി. ഇപ്പോഴാ ഒരു സമാധാനമായത്. ഇനി സുസ്മിതയുടെ കല്യാണത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറുമെന്ന് ഉറപ്പാ. ശാലിനി, ഇങ്ങോട്ട് വാടി. കൈ വിട്. ശാലിനി, കൈ വിട്. സത്യമായിട്ട് എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. നിന്റെ വേദനയൊക്കെ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. നീ പക വീട്ടാണ് അല്ലടി? ആണല്ലോ. ഈ പകയെ ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ലെന്ന് മുമ്പേ ചിലര് പറഞ്ഞിട്ടുള്ളതാ. അത് വീട്ടാനുള്ളതാ. എന്നോട് സത്യമ്മ ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതെ, ഇതറിഞ്ഞോണ്ട് നമുക്ക് ഈ കലാപരിപാടി അങ്ങ് തുടങ്ങാം. എന്താ ഇത്? അയ്യോ, അറിയില്ലേ? അതെ, ഇതാണ് ഉണ്ട മയിൽപീലി. വേഷം കെട്ടെടുക്കല്ലേ, ഇതാണ് വലിയ ഉള്ളി. ഇത് മുഴുവൻ ഇപ്പൊ നീ അരിയണം.
എന്നാലേ നിനക്കിത് ഉരുട്ടി അങ്ങോട്ട് വിഴുങ്ങാനൊക്കും. അല്ലാതെ പച്ചക്ക് വിഴുങ്ങാൻ പറ്റില്ലല്ലോ. പറ്റുമോ? പറ്റില്ലല്ലോ. പറ്റുമോ? ആ എന്നാ തുടങ്ങിക്കോ. എന്നെ കൊണ്ട് വയ്യ, ഞാൻ പോവാ. അയ്യോ, നിക്ക്. നിന്റെ ശബ്ദം ഈ കിച്ചന് വെളിയിൽ കേട്ട സത്യമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് അറിയാലോ. അതാ ഞാനിവിടെ ചെയ്യുന്നത്. അതെ, ആദ്യം ഗുരുവിന്റെ മുമ്പിൽ ഇച്ചിരി വിനയത്തോടെ നിൽക്കാൻ പഠിക്കണം. ഞാൻ വിനയത്തോടെ തന്നെ നിൽക്കുന്നത്. മുഖത്തത് വരുന്നില്ലെന്നേ ഉള്ളൂ. അതെ, അത് ഞാൻ വരുത്തിക്കോളാം. അപ്പൊ ഇതെന്താന്ന് നിനക്ക് മനസ്സിലായല്ലോ. സവാള. സവാള ഉള്ളി. അല്ലാതെ നിന്റെ കുഞ്ഞമ്മയുടെ മകളല്ല. ഇതെന്ത് ചെയ്യണം ഇപ്പോ? അരിയണം. അതെ. അപ്പോ നീ അരിയോ അതോ ഇനി നിന്റെ വേറെ ആരെങ്കിലും വിളിക്കണം? ഞാൻ തന്നെ അരിഞ്ഞോളാം. എന്നല്ലേ സരളയുടെ മകള് സവാള അരിഞ്ഞാട്ടെ. കട്ട് ചെയ്യുമ്പോ ഇങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് വേണം അരിയാൻ. എന്നാ തുടങ്ങിക്കോ. എന്തിനാ വീണ്ടും എന്നെ ഇങ്ങനെ തല്ലുന്നേ? പ്രസന്ന ഭാവത്തിൽ നല്ല പുഞ്ചിരിയോടെ വേണം നമ്മൾ ജോലി ചെയ്യാൻ. നിന്റെ മുഖം കണ്ട പോത്തിന് ഇറക്കാൻ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. അതൊന്നും മാറിക്കിട്ടാൻ ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ. വേണ്ട, ഞാൻ പ്രസന്ന ഭാവത്തിൽ പുഞ്ചിരിയോടെ തന്നെ അരിഞ്ഞോളാം. അതാ എന്നാ കാണട്ടെ എങ്ങനെയുണ്ടെന്ന്. ഈ മതിയോ? അത്രയും വേണമെന്നില്ല, കുറച്ച് കുറയ്ക്കാം. തുടങ്ങും തുടങ്ങും. മതി. അയ്യോ, നീ എന്തിനാ കരയുന്നേ? പ്രസന്ന ഭാവം എവിടെ? അത് ഈ സവാള അരിഞ്ഞതിന്റെ. ഓ പ്ലീസ് ശാലിനി, നമുക്ക് ഇതിപ്പോ ഇവിടെ നിർത്താം പ്ലീസ്. ശരി, നിന്റെ ആദ്യത്തെ ദിവസമല്ലേ. നാളെ നമുക്കൊരു 4 മണിക്ക് ഫ്രഷ് ആയിട്ട് വീണ്ടും തുടങ്ങാം. വൈകിട്ടല്ലേ? ഞാൻ റെഡി. വൈകിട്ടോ? പുലർച്ചെ 4-ന് 4 AM. ഡു യു അണ്ടർസ്റ്റാൻഡ്? പുലർച്ചെയോ? അതെ.
ഇപ്പൊ നിനക്ക് പോവാം. നാളെ പുലർച്ചെ 4 മണി മുതൽ ക്ലാസ് നമ്മൾ പുനരാരംഭിക്കുന്നതായിരിക്കും. ഈ അടുക്കള പണിയൊക്കെ കണ്ടുപിടിച്ചെന്ന് തൊഴിക്കണം. അല്ല, എങ്ങനെയുണ്ട് നിന്റെ പാചക പഠനമൊക്കെ? നല്ല രസമുണ്ട് ആന്റി. പാചകം ഇത്രയും നല്ലൊരു കലയാണെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. ആ, അതാ നിനക്കെല്ലാം പഠിപ്പിച്ചു തരും ശാലിനി. ഇവളും മിടിക്കുക. മനസ്സിലായി. താങ്ക് യു ശാലിനി. യു വെൽക്കം. എന്നാ കുട്ടി പോയിക്കോളൂ. ശല്യം. ഇന്ന് അവൾ ഇത്രയും ജോലി ചെയ്യിച്ചു, നാളെ അവൾ എന്തൊക്കെ ചെയ്യിക്കും? വരട്ടെടി, വരട്ടെ. ഇവിടത്തെ കലകൾ മുഴുവൻ അഭ്യസിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ. എത്ര നേരമായമേ അമ്പലത്തിലുള്ള ഈ നിൽപ്പ് തുടങ്ങിയിട്ട്? അവരത്ര വലിയ VIP ആണോ? കാത്തു നിന്ന് കാണാൻ മാത്രം. ഗോപികൃഷ്ണനും അംബാലികയും പലവട്ടം റിക്വസ്റ്റ് ചെയ്തു. ഗോപികൃഷ്ണന്റെ നേർപ്പെങ്ങളായി ഹേമലത. ഗോപി ഞങ്ങളുടെ പെങ്ങളോ? അങ്ങനെ ഒരു കഥാപാത്രത്തെ പറ്റി കേട്ടിട്ടില്ലല്ലോ ഇതുവരെ. ആ, എന്നാൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്. ഗോപികൃഷ്ണനും അംബാലികയും അത് പുറത്തു പറയാൻ താല്പര്യം കാട്ടുന്നില്ലെന്നേ ഉള്ളൂ. തെക്കുംകൂർ കോവിലകത്തിന് അത്ര സുഖമുള്ളൊരു ഓർമ്മയല്ല ഹേമലത. എത്ര നല്ല കുടുംബത്തിലും ഒരു പിഴയുണ്ടാവുമെന്ന് പറയാറില്ലേ? തെക്കുംകൂർ കോവിലകത്തുണ്ടായതും പിഴയല്ല, 6 പിഴ. കോവിലകത്തെ കുട്ടികളൊക്കെ പൂജാപുഷ്പങ്ങളെ നെയ്തിച്ചോറുമായി കളിച്ചു നടന്നപ്പോ ഹേമലത കളിച്ചു വളർന്നത് തോക്കും ബോംബുമായിട്ടാ. ഗോപികൃഷ്ണന്റെ അമ്മ സുഭദ്രകുഞ്ഞമ്മയുടെ ഭർത്താവ് ഒരു മറാത്തക്കാരനായിരുന്നു. സുഭദ്രകുഞ്ഞമ്മയുമായി അയാള് തെറ്റിയപ്പോ ഇളയ സന്തതിയായ ഹേമലതയെ കൂടെ കൊണ്ടുപോയി. ജന്മനാ രക്തത്തില് അല്പം തരികിടയുള്ള ഹേമലതയ്ക്ക് മുംബൈയിലെ ഗലികളിലെ വെടിയൊച്ചയും ചോരമണവും ഒക്കെ ഒരു ഹരമായിരുന്നു. കേട്ടിട്ട് കൊള്ളാലോ. ഒരു ബോളിവുഡ് മാസ് പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, ആളും ഇടിവിട്ട് തന്നെയാ. വന്നിറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. അമ്മ നേരിട്ട് കണ്ടിട്ടുണ്ടോ കക്ഷിയെ? ഞാനെന്നല്ല, കണ്ടിട്ടുള്ളവർ ചുരുക്കമാ. ഗോപികൃഷ്ണനുമായി അകന്നാണ് വളർന്നതെങ്കിലും ഏട്ടനെന്ന് വെച്ച ജീവനാണ് ഹേമലതയ്ക്ക്. ഗോപിക്കൊരു പ്രശ്നമെന്ന് കേട്ടാ ആളിവിടെ പറന്നെത്തും. അപ്പോ സമയം പാഴായില്ല. കാത്തു നിൽക്കുന്നതിന് ഗുണമുണ്ടല്ലേ? അല്ല, ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? അതാ എന്റെ ടെൻഷൻ. അവരെന്തിനാ നമ്മളെ കാണണമെന്ന് പറയുന്നത്? വസുമതി കുഞ്ഞമ്മ? അതെ. ആ, ഞാൻ ഹേമലത.
ഞാൻ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല. എന്റെ ഏട്ടനാണ് ഗോപി കൃഷ്ണൻ. ഗോപിയുടെ മകൾ റോഷ്നിയുമായിട്ടാണ് നിങ്ങളുടെ മകൻ അർജുൻ ശങ്കറിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. അതെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പം ഉണ്ടാവരുതെന്ന് പറയാനാണ് ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത്. എന്ത് സംഭവിച്ചാലും ഈ കല്യാണം നടന്നിരിക്കണം. ആ, അതെ അതെ. ഇത് മകളാണല്ലേ? അതെ. എന്താ പേര്? ചിത്ര. അർജുനും റോഷ്നിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ചിത്രയുടെ കല്യാണം. ഇവൾക്കും സന്തോഷമായി ജീവിക്കേണ്ടതല്ലേ? അതെ അതെ. കണ്ടതിൽ സന്തോഷം. അപ്പൊ ഇനി കല്യാണത്തിന് കാണാം. അല്ല, കാണണമെന്ന് പറഞ്ഞിട്ട് ഇത് പറയാനാണോ അവര് കാണണമെന്ന് പറഞ്ഞത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് വീട്ടിൽ പോവാം. അമ്മ ഒന്ന് നിന്നേ. എന്താടി? അവരുടെ പെരുമാറ്റം കണ്ടിട്ട് അമ്മയ്ക്ക് എന്ത് തോന്നി? നല്ല വിനയമുള്ള കുട്ടി. ആൾക്കാരതിനെക്കുറിച്ച് വേണ്ടാത്തോരൊന്ന് പറഞ്ഞു പരത്തുന്നാന്ന് തോന്നുന്നു. അല്ല അമ്മേ, കുറച്ചേ സംസാരിച്ചോളെങ്കിലും അവര് പറഞ്ഞ ഓരോ വാക്കിലും ഭീഷണിയുടെ ചുവയുണ്ടായിരുന്നു. ഏയ്, നിനക്ക് തോന്നുന്നായിരിക്കും. തോന്നലല്ല, നമ്മളെ ഇത്രയും നേരം ഇവിടെ കാത്തു നിർത്തിയിട്ട് കല്യാണം നടക്കണമെന്ന് മാത്രം പറഞ്ഞിട്ട് പോകാൻ അവരത്ര മണ്ടിയൊന്നുമല്ല. കല്യാണം നടന്നില്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാകും എന്നൊരു ധ്വനി ഉണ്ടായിരുന്നു അവരുടെ സംസാരത്തില്. അമ്മ ഓർക്കുന്നില്ലേ, കല്യാണ നിശ്ചയത്തിനു ശേഷം ഒരു രാത്രി റോഷ്നിയുടെ അച്ഛനമ്മമാര് വീട്ടിൽ വന്നത്? അന്ന് അവരും ഇതേ സ്വരത്തിലാ സംസാരിച്ചത്. അർജുനേട്ടൻ പഴയ ബന്ധമൊന്നും തുടരാൻ പാടില്ലെന്നും എന്ത് സംഭവിച്ചാലും ഇവര് തമ്മിലുള്ള കല്യാണം നടക്കണമെന്നും. നമ്മൾ എന്തോ കുഴപ്പത്തിൽ ചെന്ന് ചാടിയതായിട്ടാ എനിക്ക് തോന്നുന്നത്. അർജുനേട്ടനല്ല, ഇനി നമ്മൾ തന്നെ വിചാരിച്ചാലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറ്റാത്തതുപോലെ. നമ്മൾ എന്തിനാടി ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത്? അതിനുള്ള തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരിതുപോലെ ഇങ്ങനെ വാശി പിടിക്കോ? നീ വെറുതെ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. വെറുതെ അല്ലമ്മേ, ഹേമലത കൂടി ഇതിൽ ഇടപെട്ടതോടെ നമ്മളെന്തോ വലിയ കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഇതുവരെ ഉണ്ടാകാത്ത പ്രശ്നങ്ങളിലേക്ക്. അമ്മ ഇങ്ങി വന്നമ്മേ. എത്ര നേരമായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്? നീ അവളെ വിളിച്ചില്ലേടി? വിളിച്ചിട്ട് എടുത്താലല്ലേ കാര്യം എന്താന്ന് അറിയാൻ പറ്റൂ. എന്നാ അവളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും ഒന്ന് വിളിക്കേ. ഹാ, കൂട്ടുകാരികളുടെ കാര്യവും കണക്കാ. ഒഴുക്ക മട്ടില്ല എല്ലാത്തിന്റെ സംസാരം. ഓരോന്ന് ചോദിക്കുമ്പോ ngീന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്ത് പോവുക. ആ, അവളുടെ കൂട്ടുകാരികളാവുമ്പോ ഒന്നിനും ഒരു കുറവുണ്ടാവില്ലല്ലോ. എന്നാ നീ രാജീവ് സാറിനെ ഒന്ന്
രാജീവ് സാർ ആ കോളേജിലല്ലായിരുന്നെങ്കിൽ അമ്മ ആരെ വിളിച്ച് ചോദിച്ചേനെ? എടി അതിന് രാജീവ് സാർ നമുക്ക് അന്യനൊന്നും അല്ലല്ലോ. എനിക്ക് ആ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല അമ്മേ. ഇത് തന്നെയാ കുഴപ്പം. ഒറ്റ എണ്ണത്തിന് അമ്മ പറയുന്നതിന് വിലയില്ല. പിന്നെ എങ്ങനെ നേരെ ആവാനടി? നേരെ ആവുന്നില്ലെങ്കിൽ നേരെ ആവണ്ട. ശാരി, വേഗം പൊയ്ക്കോ, അമ്മയുണ്ട്. തന്റെ അമ്മയൊന്ന് പരിചയപ്പെട്ടെ? അല്ല അത് ഹലോ, ഞാൻ നവീൻ. പേടിക്കണ്ട, ശ്യാമയുടെ കോളേജിൽ കൂടെ പഠിക്കുന്ന ആളാ. കോളേജിനടുത്ത് ഹോസ്റ്റലിലാ താമസം. വൈകിട്ട് ഫ്രണ്ട്സിനൊപ്പം കറങ്ങി നടന്നപ്പോ ഇയാള് ബസ് സ്റ്റോപ്പിൽ പരിങ്ങി നിൽക്കുന്നത് കണ്ടു. വൈകിട്ട് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞപ്പോ ബസ്സുകാരുടെ മിന്നൽ പണിമുടക്കായിരുന്നു. ആ സ്ഥലം അത്ര പന്തിയല്ല, അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കാന്ന് വിചാരിച്ചു. ശ്യാമയുടെ പേരിൽ വേറെയും കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ? ശരി.